ഇത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റിൽ അമേരിക്കയിൽ പെർ വീക്ക് 15 ബില്യൺ US ഡോളറിൻ്റെ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ട്രംപിൻ്റെ ഈ ഒരു ഷട്ട് ഡൗൺ പ്രക്രിയ തുടരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓപ്പോസിറ്റ് പാർട്ടികളുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഒരു നെഗോസിയേഷനിൽ എത്താത്തത് കൊണ്ടുള്ള ഒരു വീഴ്ചയാണ്. ഒരു സൈഡിൽ കുറേ എംപ്ലോയീസിനെ വീട്ടിലേക്ക് അയക്കുന്നത് കൊണ്ട് കുറച്ച് ലാഭമുണ്ടാകുമെന്ന് കരുതുന്ന ട്രംപ്, മറ്റേ സൈഡിൽ ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്നുള്ളത് കണക്ക് കൂട്ടാൻ മടിക്കുന്നു, അല്ലെങ്കിൽ ഈഗോ കൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടിയുമായിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പുള്ളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജാവിൻ്റെ മനോഭാവമാണ് ട്രംപിനെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അമേരിക്കയിൽ ഒട്ടാകെ പല സ്റ്റേറ്റുകളിലും പ്രതിഷേധം, ട്രംപിനെതിരെയുള്ള പ്രതിഷേധമാണ്. ട്രംപ് അതിനെ മോക്ക് ചെയ്തുകൊണ്ട്, അതായത് ആ പ്രതിഷേധത്തിനെ കളിയാക്കിക്കൊണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, ഓപ്പോസിറ്റ് പാർട്ടി ആയിക്കോട്ടെ, അതേപോലെ ഭരണകക്ഷി ആയിക്കോട്ടെ, രണ്ട് പാർട്ടി ആയാലും ജനങ്ങളാണ്, പൊതുജനങ്ങളുണ്ട്. ഏത് പാർട്ടിയുടെ പുറകിലും ഇത്രമാത്രം ജനങ്ങൾ തെരുവിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് ട്രംപ് കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ആ ഒരു വിഷയത്തിൽ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ട്രംപ് പരാജയപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് ഇപ്പം അതിനെ മോക്ക് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ, ഒട്ടും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു AI വീഡിയോ ആണ്. ആ AI വീഡിയോയിൽ ഒരു എയർക്രാഫ്റ്റ് എടുത്തുകൊണ്ട് മേളിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഷിറ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ജനങ്ങളുടെ നടുവേ കിലോ കണക്കിൽ, അതായത് ഒരു എയർക്രാഫ്റ്റിൽ നിന്നും ഷിറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ആ രീതിയിലുള്ള മാലിന്യം കൊണ്ട് ഇടുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് ട്രംപ് മോക്കിംഗ് വീഡിയോ ആയിട്ട് പുറത്തിറക്കിയത്. അതായത് നിങ്ങൾ നടത്തുന്ന ഈ ഒരു പ്രതിഷേധം എനിക്കൊന്നുമല്ല എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് ട്രംപ്. അപ്പോൾ ഇന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ മൊത്തം അപമാനിക്കുന്ന തരത്തിലാണ് ട്രംപ് ഈ ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് US-ന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇപ്പം 2-3 സിറ്റികളിലുള്ള ആ ഒരു ഫൂട്ടേജ് ഞാനിവിടെ വെക്കാം. ഫിലഡൽഫിയ, വാഷിങ്ടൺ DC, ചിക്കാഗോ, സാൻ ഫ്രാൻസിസ്കോ, സാന്റിയാഗോ, മിനിയോപോളിസ്, ന്യൂയോർക്ക് സിറ്റി. ഇപ്പോൾ ഇമാതിരിപ്പെട്ട കുറേ നഗരങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഏതാണ്ട് 7.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ജനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കണക്കെടുപ്പ്. മൊത്തത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. മാസീവായിട്ടുള്ള ക്രൗഡാണ് ഈ പ്രൊട്ടസ്റ്റ്. അതായത് രാജാവിൻ്റെ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന ട്രംപ് എന്നാണ് ട്രംപിനെതിരെ ഒരു പ്രതിഷേധം ഇപ്പം ഈ രീതിയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അമേരിക്കയിലെ ആ അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഗാസയ്ക്കുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി. ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി തീരുമാനിച്ചിട്ടുണ്ട്, ഹമാസ് നമ്മളെ ചീറ്റ് ചെയ്തു. ഹമാസ് ആദ്യം പറഞ്ഞിരുന്നത്, അതായത് ജീവിച്ചിരിക്കുന്ന ബന്ദികളെ ഞങ്ങൾ ആദ്യം വിടില്ല എന്നാണ് ആദ്യം ഹമാസ് എൻറ്റയർ നെഗോസിയേഷനിൽ സംസാരിച്ചിരുന്നത്. മൃതശരീരങ്ങൾ ആദ്യം തരാം എന്നാണ് പറഞ്ഞിരുന്നത് ഹമാസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബോഡി എല്ലാം അവരുടെ കസ്റ്റഡിയിലുണ്ട്, അപ്പോൾ അത് അവർ ആദ്യം തരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇസ്രായേലാണ് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്തത്, ജീവിച്ചിരിക്കുന്ന ബന്ദികളെ ആദ്യം കിട്ടിയാൽ മതി, ഈ മരണപ്പെട്ട ആൾക്കാരെ പിന്നീട് തന്നാൽ മതി എന്ന് പറഞ്ഞത് ഇസ്രായേലാണ്. നിങ്ങൾ ഈ ബോഡി കണ്ടെത്തി നിങ്ങളുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാതെയാണ് നിങ്ങൾ വെറുതെ ജസ്റ്റ് ബ്ലണ്ട് ആയിട്ട് വന്നിരുന്ന് നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ തന്നെ കാരണം, ഗാസയ്ക്കുള്ളിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു 40% സ്ഥലം ഈ ഹമാസിന്റെ കൺട്രോളിലും ബാക്കി ഒരു 60% സ്ഥലം IDF-ന്റെ കൺട്രോളിലുമാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഈ ഒരു യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാർജിനൽ ലൈൻ ഉണ്ട്, അവിടെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ വളരെ ക്ലോസ് പ്രോക്സിമിറ്റി ഹമാസ് അഥവാ ഈ ഗാസൻസ് വന്നിട്ട്, ഹമാസിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്, അൽ-ഖാസിം ബ്രിഗേഡ്, പല ബ്രിഗേഡുകളുണ്ട്, ഇതിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് 0 പ്രോക്സിമിറ്റിയിൽ ഇസ്രായേലിന്റെ ടാങ്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അത് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വന്നിട്ട് അവിടെ ബോംബിട്ട് പോവുക, ആ ടാങ്കിലേക്ക് വന്നിട്ട് ആ ടാങ്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 IDF ഉദ്യോഗസ്ഥരെ അവർ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ സീരിയസ് ആയ മാറ്ററായിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിലെ സെക്യൂരിറ്റി മിനിസ്റ്റർ ആയിട്ടുള്ള ഇതാമിർ ബെൻ ഗിവർ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആക്രമണം തുടരണം, അല്ലാതെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹമാസ് 1-2 മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുക, പിന്നെ ഇങ്ങനെ 2-3 ദിവസം വലിച്ചഴിച്ച് മുന്നോട്ട് പോവുക, ഇത് നടപടിയാകുന്ന കേസല്ല. കാരണം അവരുടെ കയ്യിൽ ബോഡി ഇല്ലാതെ അവർ റോങ് പ്രോമിസ് ആണ് തന്നത്. അപ്പോൾ ഇതൊരിക്കലും ചീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സീസ് ഫയർ ഡീലാണ്, അഥവാ ഒരു phase 1 ഡീലാണ് എന്നാണ് ഇസ്രായേലിന്റെ നിഗമനം. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ തകൃതിയായിട്ട് ആക്രമണം നടത്താൻ വേണ്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എനിവേ ഇപ്പം എന്തായാലും ജീവനോടെയുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഹമാസിന്റെ സൈഡ് വീക്കാണ്. ഇനി അഥവാ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമണം നടത്തുന്നെങ്കിൽ ഇസ്രായേലിനെതിരെ കുറേ അധികം പ്രൊട്ടസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പല രാജ്യങ്ങളും അതിനെതിരെ എതിർത്ത് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ട് ഇസ്രായേലിനെതിരെ. കാരണം ഇപ്പോൾ ബന്ദികളൊക്കെ മോചിപ്പിച്ചു, ഇനിയിപ്പോൾ എന്ത് അവകാശം പറഞ്ഞുകൊണ്ടാണ് ആക്രമിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളും നിലപാടുകളും എടുക്കുന്ന രാജ്യങ്ങളൊക്കെ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും ഇസ്രായേൽ മൈൻഡ് ചെയ്യുന്നില്ല. ഇസ്രായേലിന്റെ ഉള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അപ്രൂവൽ റേറ്റ് വർദ്ധിച്ചിരിക്കുകയാണ്. അടുത്ത ഇലക്ഷനിലേക്ക് ലിക്വിഡ് പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് നെതന്യാഹു തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതും കൂടി ഉറപ്പായിട്ടും തീരുമാനമായിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ അപ്രൂവൽ റേറ്റ്, അതായത് ട്രംപ് ഇസ്രായേലിൻ്റെ കെനസെറ്റിൽ വന്നിട്ട് സംസാരിച്ചു,
അതും നെതന്യാഹുവിനെ പ്രൈസ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ നെതന്യാഹുവിനെ പോലെ ഒരു ലീഡർ ഇസ്രായേലിന് ഈ ഒരു ടൈമിൽ വളരെ അനിവാര്യമാണ്. കാരണം അത് അമേരിക്കയുമായിട്ടുള്ള റാപ്പോ വളരെയധികം മെച്ചപ്പെടുത്തുമെന്ന് അവർ കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹുവിൻ്റെ അപ്രൂവൽ റേറ്റ് ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇലക്ഷൻ വരും, ആ ഇലക്ഷനിൽ നെതന്യാഹു തന്നെ മത്സരിക്കും, വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കൂടിയാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ഇതൊരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ നെതന്യാഹു വീണ്ടും ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടി ട്രംപിനെ വിളിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ, ഞങ്ങൾ ഇതേ രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സോൾജേഴ്സിനെ അവർ വീണ്ടും ആക്രമിക്കും, അത് നടപടിയാകുന്ന കേസല്ല, ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ പോകുന്നു എന്ന് നെതന്യാഹു ട്രംപിനെ വിളിച്ചറിയിച്ചു. ട്രംപിനെ വിളിച്ചറിയിച്ച ഉടനെ വേണ്ട ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പം നിങ്ങൾ ആക്രമിക്കാൻ പോകരുത് എന്നുള്ള നിലപാടാണ് ട്രംപിന്. പക്ഷേ ഇസ്രായേലിന്റെ ഉള്ളിൽ അതല്ല നിലപാട്. ഇസ്രായേലിന്റെ ഉള്ളിൽ പൂർണ്ണ പിന്തുണ നെതന്യാഹുവിനുണ്ട്, അതായത് ഗാസയ്ക്കുള്ളിൽ വീണ്ടും ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ ട്രംപ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ട്രംപ് പെട്ടെന്ന് തന്നെ JD വാൻസിനെ ഇസ്രായേലിലോട്ട് അയക്കുകയാണ്. തിങ്കളാഴ്ച പുള്ളി ഇസ്രായേലിലേക്ക് എത്തും, അതായത് നാളെ ഇസ്രായേലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസിലേക്കുള്ള ചർച്ച എന്നുള്ള നിലയിലാണ് JD വാൻസ് ഇസ്രായേലിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഫേസ് തന്നെ പൊട്ടി പാളിസായി കിടക്കുകയാണ്. ഇസ്രായേലിനെ പിടിച്ചു നിർത്താനും തടഞ്ഞു നിർത്താനുമാണ് JD വാൻസ് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഒരു രീതിയിൽ മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇതേ സമയം ഹമാസിന്റെ ഒരു ടോപ്പ് മോസ്റ്റ് സീനിയർ ലീഡർ ദോഹയിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഫോഴ്സിനെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു, നമ്മളിപ്പോൾ ഒരുപാട് വീക്കായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഫോഴ്സിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഡിസാം ചെയ്യാനൊന്നും കഴിയില്ല. ഞങ്ങളുടെ ഫോഴ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്ത് ഞങ്ങളുടെ ഫോഴ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ പോവുകയാണ് ഗാസയ്ക്കുള്ളിൽ. അല്ലാതെ ഇസ്രായേൽ പറയുന്ന കണക്ക് ആയുധം താഴെ ഇടുക, അതേപോലെ ഡിസാം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി ഈ സീസ് ഫയർ ഡീൽ കൊളാപ്സ് ആവാൻ, അതായത് ഈ ഒരു ഫേസ് 1 ഡീൽ കൊളാപ്സ് ആവാൻ. അപ്പോൾ ഇപ്പോൾ ട്രംപിന്റെ ആ ഒരു പീസ് 2025 വെള്ളത്തിലായിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ എല്ലാവരും കരുതിയിരുന്നത് ഒരു 30 ദിവസമെങ്കിലും ഈ ഒരു ഡീൽ പിടിച്ചു നിൽക്കുമെന്നാണ്. പക്ഷേ ഇത് 30 ദിവസം പോയിട്ട് 3 ദിവസം പിടിച്ചിരിക്കുമോ എന്നറിയില്ല. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഹമാസും IDFും ഫേസ് ടു ഫേസ് എഗെയിൻ കൺഫ്രന്റേഷന് വേണ്ടിയിട്ട് ഇറങ്ങാണ്. ഇത്തവണ ഇസ്രായേലിന്റെ സൈഡ് ഇത്രയും സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇനി ബന്ദിമോചനം എന്നുള്ള ഒരു ബാരിയർ അവിടെ വരുന്നില്ല. ഇനിയിപ്പോൾ ബന്ദികളെ ഈ ബിൽഡിങ്ങിന്റെ താഴെ വെച്ചിട്ടുണ്ടോ, ഇനി മറ്റേ ബിൽഡിങ്ങിന്റെ താഴെ വെച്ചിട്ടുണ്ടോ, ഇനി ഇവിടെ എങ്ങാനും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നോക്കി നിൽക്കേണ്ട ആവശ്യം ഇനി IDFിനില്ല. എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താം. അതാണ് ഇപ്പോൾ നിലവിലെ IDFിനുള്ള ആ ഒരു പോസിറ്റീവ് നോട്ട്. റിലീസ് ചെയ്യപ്പെട്ട ബന്ദികളിൽ 3 പേര് പറഞ്ഞിരിക്കുന്നത് അൽ ജസീറയുടെ പത്രപ്രവർത്തകന്റെ ഒപ്പമാണ് അവർ 3 പേര് താമസിച്ചിരുന്നതെന്നാണ്. അതായത് അൽ ജസീറ ഇതിനകത്ത് ലിറ്ററലി ഇൻവോൾവ്ഡ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അൽ ജസീറയുടെ പത്രപ്രവർത്തകന്റെ ഒപ്പമാണ് താമസിച്ചിരുന്നത്, അവരുടെ അക്കോമഡേഷനിലാണ് ഇവരെ പാർപ്പിച്ചിരുന്നത്, ഈ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് കൊണ്ട് കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇസ്രായേൽ അൽ ജസീറയെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഇതിനകത്ത് വലിച്ചിടുകയാണ്. അപ്പോൾ ഇതാണ് മിഡിൽ ഈസ്റ്റിലെ ഉള്ള അവസ്ഥ. ഇനി നമ്മൾ നേരെ ഏഷ്യൻ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഡാക്കയിൽ ഷാജലാൽ ഇന്റർനാഷണൽ എയർപോർട്ട് നിന്ന് കത്തുകയാണ്. അതിന്റെ കാർഗോ വിങ് ആണ് നിന്ന് കത്തുന്നത്. ഈ കത്തി അങ്ങ് അമരുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫയർ എങ്ങനെ ഉണ്ടായെന്നുള്ളത് അറിയില്ല, പക്ഷേ മാസീവ് ആയിട്ടുള്ള ഒരു അപകടമാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വലിയൊരു നഷ്ടമാണിത്. ശരിക്കും ഈ കാർഗോ വിങ്ങിൽ എത്ര കോടിയുടെ സാധനങ്ങളാണ് കത്തി നശിച്ചതെന്നുള്ളതിനെ കുറിച്ചുള്ള കണക്കെടുപ്പുകളൊക്കെ ഇനി വെളിയിൽ വരേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിൽ എയർപോർട്ടാണ് നിന്ന് കത്തുന്നത്. ഇതിലൊക്കെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാന്റെ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് നെഗോസിയേഷൻ ഖത്തറിൽ വെച്ച് നടത്തിയതിൽ 2 പേരും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഞങ്ങൾ ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറ്റാക്കിന് മുതിരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡീൽ റെഡിയാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് അറിയില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു പ്രോക്സികളെ വെച്ചുള്ള ആക്രമണം കൂടി നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് നാണക്കേടാണ് നോക്കൂ. അതായത് ഇന്ത്യക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്ന അസീം മുനീർ അങ്ങോട്ട് കാല് പിടിക്കുകയാണ്. അതായത് നിങ്ങൾ പ്രോക്സികളെ വെച്ച് ദയവ് ചെയ്ത് നിങ്ങൾ ആക്രമണം നടത്തരുതെന്ന്. കാല് പിടിച്ചെങ്കിലും പ്രോക്സികളെ തടഞ്ഞു നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. പക്ഷെ ഇവിടെ TTP തെഹ്രീക്ക് താലിബാനികൾ ശരിക്കും ഈ ഒരു എഗ്രിമെന്റിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ പ്രവൃത്തികൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാൻ ഓൾറെഡി തന്നെ ഒരു കൊലാപ്സ്ഡ് മൊമെന്റിലാണ് ഉള്ളത്. കാരണം IMF അവരുടെ ഫണ്ട് കൊടുക്കാത്തതിന്റെ റീസൺ കൊടുത്തിട്ടുണ്ട്. കാരണം പാകിസ്ഥാന്റെ ഒരു റെപ്രസെന്റേറ്റീവ് IMFന്റെ കാല് പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പക്ഷേ എന്നാലും IMF കൺവിൻസ്ഡ് അല്ല. തുടരെ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന ആക്രമണങ്ങൾ, തൊട്ടടുത്ത അയൽ രാജ്യങ്ങളുമായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന ഒരു അൺസർട്ടനിറ്റി, ഈ ഒരു സാഹചര്യത്തിൽ എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ ഫണ്ട് തരേണ്ടത് എന്നാണ് IMF തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. ഇനി ട്രംപ് എല്ലാം കനിഞ്ഞാലായി ഒരുപക്ഷെ അർജന്റീനയുടെ മിലയെ വിളിച്ചിട്ട് 20 ബില്യൺ കൊടുത്തതുപോലെ എങ്ങാനും ഷഹബാസ് ഷെരീഫിനെ വിളിച്ച് ഞാൻ കുറച്ച് ഫണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കറൻസി സ്വൈപ്പ് ചെയ്ത് കുറച്ച് പൈസ കൊടുത്താൽ അത്രയ്ക്ക് ഉപകാരപ്രദമാവും. അയക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ നട്ടം തിരിയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരെ ഭീഷണി. ബൊളീവിയയിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നീണ്ട 20 വർഷത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ടേൺഡ് ഓഫ് സോഷ്യലിസ്റ്റ് റൂളിംഗ്. ഇപ്പം പുതിയ ഭരണകൂടം ശരിക്കും ടുവേർഡ്സ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടാണ് അവർ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണകൂടമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് നീണ്ട ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിന് ഒരു അന്ത്യം കുറിച്ചിരിക്കുകയാണ് ബൊളീവിയ. അപ്പോൾ അവിടെ റോഡ്രിഗോ പാസ് ആണ് അവിടെ വിജയിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്. അപ്പോൾ ഇതിൻ്റെ മുൻ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത്
ജോർജ് ടൂറ്റോയാണ്. ജോർജ് ടൂറ്റോയെ തോൽപ്പിച്ചിരിക്കുകയാണ് റോഡ്രിഗോ. അതുപോലെ ട്രംപും പുടിനും സംസാരിച്ചതിൽ ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഡോണസ്കിന്റെ ഫുൾ കൺട്രോൾ റഷ്യക്ക് വേണം. ഇതാണ് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി തന്നെ ട്രംപ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സെലൻസ്കിയെ നൈസിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പലരും നമ്മൾ റഷ്യ ഉക്രൈൻ വിഷയം പറയുമ്പോഴത്തേക്കും പാർഷ്യലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഫാക്റ്റാണ്, മനസ്സിലായി, ഫാക്റ്റാണ്. റഷ്യയുടെ കപ്പാസിറ്റി എന്താണ്, ഉക്രൈൻ്റെ കപ്പാസിറ്റി എന്താണ്, ഉക്രൈനെ എങ്ങനെയാണ് മറ്റുള്ള ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതിലുപരി റഷ്യ ഇന്ത്യക്ക് വേണ്ടപ്പെട്ട രാജ്യം കൂടിയാണ്. ഇന്ത്യയെ ഒരു കാലത്തും ഒരു സാഹചര്യത്തും ബാക്ക് സ്റ്റാപ്പ് ചെയ്യാത്ത ഒരു രാജ്യമാണ് റഷ്യ. ലോകത്ത് പലതരത്തിലും ജിയോ പൊളിറ്റിക്സ് മാറി മറിയും. പക്ഷേ എല്ലാ കാലത്തും സ്ഥായിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് പോയിട്ടുള്ളതിൽ റഷ്യ ഇന്ത്യക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാർത്ത പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിലായിരിക്കും പറയുന്നത്. അതിനെ വന്നിട്ട് വളച്ചൊടിക്കാനും അതിനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്നുണ്ട്. എന്ത് തരത്തിലുള്ള ക്രിട്ടിക്സ്, സബ്ജക്ട് വൈസുള്ള ക്രിട്ടിക്സിന് ഇന്ന് റിപ്ലൈ കമന്റിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എന്നാലും കുറച്ച് സമയത്തിനുള്ളിൽ കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.